ചെയ്ത് പറയാൻ പറ്റും. ആ വീഡിയോയിൽ അതിലൊന്നും കാണിക്കുന്നില്ലല്ലോ ആക്ച്വലി. എന്ന് വെച്ചാൽ പുള്ളിക്കാരി റീച്ചിന് വേണ്ടി അയക്കാൻ എടുത്തത് നമുക്കൊന്നും അറിയത്തില്ല. പുള്ളിക്കാരി ഇപ്പൊ മരിച്ചു. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി ഇനി അടുത്ത് വരാതിരിക്കാനെ പറ്റി പറയണം. പക്ഷെ ഇത് ബസ്സിൽ പക്ഷെ നരമ്പന്മാരുണ്ട് ആക്ച്വലി. അവർക്കിതൊരു പ്രചോദനമാണ്. അവരും വിചാരിക്കും ഇനി നമുക്ക് എന്തും ചെയ്യാം. പക്ഷെ ഇനി ചെയ്യുവാണെങ്കിൽ പ്രതികരിക്കുക, ഒരു വീഡിയോ എടുത്ത് വെക്കാൻ തെളിവിന് പ്രതികരിക്കുകയും ചെയ്യാം. പ്രതികരിച്ചിട്ട് അവര് ഇല്ലാന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ വീഡിയോ കാണിക്കാം, പോലീസ് സ്റ്റേഷനിൽ കേസും കൊടുക്കാം. പക്ഷെ പെൺകുട്ടികൾക്ക് മനസ്സിലാവും ബസ്സിൽ പോകുമ്പോൾ ഒത്തിരി ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരാറുണ്ട്, ആൾക്കാർ ഒത്തിരി ഫേസ് ചെയ്യാറുണ്ട്. അതാരും മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ ഒരു പ്രശ്നം വന്നപ്പോൾ ആൾക്കാർ കാർബോർഡ് വെക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ആണുങ്ങൾക്ക് സേഫാണ്. എന്തുകൊണ്ട് പെണ്ണുങ്ങൾക്ക് ഒരു പ്രശ്നം വന്നപ്പം ആരും ഇത് ഇത്രയും റീച്ച് ആക്കിയില്ല? ഒരു ബസ്സിന്റെ ബോർഡിൽ ഇപ്പൊ എഴുതി വെച്ചിരിക്കുക ഇൻസ്റ്റഗ്രാം എന്തോ റീച്ചിന് വേണ്ടിയിട്ടുള്ളവർക്ക് പ്രവേശനമില്ല. ഇതൊന്നും ഞാൻ കണ്ടില്ല. നേരത്തെ ഞർമ്മമാർക്ക് പ്രവേശനമില്ലാന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ളമാർക്ക് പ്രവേശനമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെയാണ് ഇപ്പൊ ആൾക്കാർ കൂടുതലും ആണുങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് നല്ല കാര്യമാണ്. അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾക്ക് എന്തുകൊണ്ടാണ് ബസ്സിന് ഇഷ്യൂ വന്നപ്പോഴത്തേക്കും പറയാത്തതെന്ന് മനസ്സിലാവുന്നത്. എല്ലാരും വീഡിയോ എടുക്കുന്ന റീച്ചിന് വേണ്ടി ആയിരിക്കത്തില്ല, തെളിവിന് വേണ്ടി എടുക്കുന്നത്.